ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാം നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പാളയംതോടൻ പഴമാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഞാനൊരു 7-8 എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, ഞാൻ സാധാ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പഴം നമുക്ക് ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ ബ്രെഡിന് മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുക കേട്ടോ. ആ ബ്രെഡ് നിറയെ നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ, മിൽക്ക് മെയ്ഡാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് വയ്ക്കുക. വീണ്ടും നമുക്ക് ഇതേപോലെ പഴം വട്ടത്തിൽ അരിഞ്ഞത് അതിലിങ്ങനെ നിറച്ച് വയ്ക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് വയ്ക്കുക. അപ്പം മധുരമൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബ്രെഡ് പീസ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിക്കുക. ഇനി നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് ബട്ടർ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതൊന്ന് ബ്രെഡ് അതിൽ കൂടെ ഒന്ന് ഈ ബട്ടറിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാല് ഒരു തവി ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം ആവുന്ന രീതിയിൽ ഈ പാലിൽ ഇത് നന്നായിട്ട് അങ്ങ് കുതിരണം. എന്നാലും നമുക്ക് തിരിച്ചിടാനും പറ്റണം കേട്ടോ. ഇത് തിരിച്ചിടാനും ഇച്ചിരി പണിയാണ്. കാര്യം ബ്രെഡ് അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആവും. അതാണ് അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യമായിട്ട് തന്നെ തിരിച്ചിടുക കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ ഇച്ചിരി പാടായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ പാലിൻ്റെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പാൽ അതിൽ കിടന്ന് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കാര്യം പാൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഇതേപോലെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് ഇനി എടുക്കാവുന്നതാണ്. എടുക്കുന്നത് ഇച്ചിരി പണിയാണ്. സാൻഡ്വിച്ച് ബ്രെഡാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സാധാ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് എടുത്തത്. ഇനി ഇതൊന്ന് കഴിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ്. അതേപോലെ നല്ല ക്രീമി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡിയാക്കി. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇത് അപ്പോൾ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണ്. നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടമാവും.